welcome back to my YouTube channel. I don't know why I'm saying welcome back. കാരണം ഞാൻ എൻ്റെ യൂട്യൂബ് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് ആകെ ഒറ്റ വീഡിയോ മാത്രമാണ് അപ്ലോഡ് ചെയ്തേക്കുന്നത്. സോ ആഫ്റ്റർ ദാറ്റ് ഞാൻ ആ വീഡിയോ അതൊരു ഷോർട്ട് വീഡിയോ ആയിരുന്നു ആക്ച്വലി. അപ്പോൾ അത് ഇട്ടതിന് ശേഷം എനിക്ക് 2-3 കമൻസ് ഒക്കെ വന്നു. യു ഡൂയിങ് ഗുഡ്, ആദ്യത്തെ വീഡിയോ എന്ന് കണ്ടാൽ പറയത്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു വോയിസ് ഓവർ വെച്ചിട്ടൊരു വീഡിയോ ആയിരുന്നു. പക്ഷെ അതിന് ശേഷം എനിക്ക് എന്നിട്ട് എനിക്ക് 9 സബ്സ്ക്രൈബേഴ്സായി ആ ഒരു ചാനലിൽ, അതായത് ഈ ചാനൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്കതൊരു വലിയ കാര്യമായിരുന്നു. 2-3 കമൻറ്റൊക്കെ ആണെങ്കിൽ കൂടെ എനിക്കത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കി. ആ ദിവസം ഞാനിങ്ങനെ കൗണ്ട് ചെയ്തായിരുന്നു എത്ര വ്യൂസ് കിട്ടി അങ്ങനെയൊക്കെ. പിന്നെ അതിന് ശേഷം ഒരു ദിവസം എൻ്റെ ഒരു ഫ്രണ്ട്, പുള്ളിക്കാരൻ എൻ്റെ ആ വീഡിയോ കണ്ടു എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചപ്പോൾ എനിക്ക് അയ്യോ കണ്ടോ എന്നെ, മീൻസ് എനിക്കറിയാം യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഡെഫിനറ്റ്ലി എല്ലാവരും കണ്ടു. പക്ഷെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോ ആരെടുത്തോ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. ഒരു 100 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ ഞാൻ അപ്പം നിങ്ങൾക്ക് അക്കൗണ്ട് തരും, അപ്പം നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ. ഇതായിരുന്നു എൻ്റെ പ്ലാൻ ആക്ച്വലി, ഇനീഷ്യൽ പ്ലാൻ അങ്ങനെയായിരുന്നു. പക്ഷേ ഞാനിതിങ്ങനെ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഇത് കണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും കണ്ടോ ഇതിപ്പോൾ എനിക്ക് പറ്റുന്ന കാര്യം, എനിക്കത് ഭയങ്കര നാണായി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു സിറ്റുവേഷനിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്ന ദിവസം. അപ്പോൾ തന്നെ നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആ വീഡിയോ അങ്ങ് ഹൈഡ് ചെയ്തു. പിന്നെ അങ്ങോട്ട് ഒരു വീഡിയോ ഞാൻ ഇട്ടില്ല. അങ്ങനെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 1 വർഷം കഴിഞ്ഞു ആ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട്. സോ ഇന്ന് ഞാൻ വീണ്ടും ധൈര്യം സംഭരിച്ച് ഞാൻ വീണ്ടും വീഡിയോ കാണാൻ എനിക്ക് ഭയങ്കര ബോറിംഗ് ആണ്. ബിക്കോസ് ഞാനിപ്പോൾ ഒറ്റക്കാണ്, ഞാൻ ഒരു UAE ബേസ്ഡ് ആയിട്ട് ഇപ്പം ഞാനിപ്പോൾ ഒരു വർക്ക് ചെയ്യുന്ന ഒരു ആളാണ്. അപ്പം എൻ്റെ ഫ്രീ ടൈമിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. എനിക്കാണത് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ 1-1.5 മണിക്കൂറൊക്കെ ഇരുന്നിങ്ങനെ സംസാരിക്കും. പക്ഷേ ഇവിടെ ഞാനിപ്പം സംസാരിച്ചിട്ട് എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്നൊക്കെ പറഞ്ഞാൽ എനിക്കറിയത്തില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇഫ് മൈ ഫ്രണ്ട്സ് നീഡ്സ് എനിത്തിങ് ലൈക്ക് when it comes to skincare, when it comes to food, anything including my family, അവരൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഡൗട്ടൊക്കെ ചോദിക്കുക. അച്ചു എന്നാണ് വിളിക്കൽ. അപ്പം അവരെൻ്റെ അടുത്ത് വന്ന് ചോദിക്കും, അച്ചു ഇത് കൊള്ളാവോ, ഇത് ഈവൻ സിനിമ കാണാൻ വരെ ഞാനും ആ പടം ആദ്യമായിട്ട് കാണുന്നതായിരിക്കും. ബട്ട് സ്റ്റിൽ അപ്പം എൻ്റെ അടുത്ത് എൻ്റെ സിസ്റ്ററും എൻ്റെ ഫ്രണ്ടൊക്കെ വന്ന് ചോദിക്കും, അവരിപ്പോൾ മരിക്കുമോ? ഞാൻ പറയും നിന്നെപ്പോലെ തന്നെ ഞാൻ ഈ പടം കാണുന്നേ. അപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചെന്താ കാര്യം? സോ ഇങ്ങനത്തെ കുറേ രസകരമായ കാര്യങ്ങളുണ്ട്. അപ്പം ഇപ്പോൾ സ്കിൻ കെയർ ആയാലും ഈ പറഞ്ഞ പോലെ തന്നെ കുക്കിംഗ് ആയാലും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. ഇപ്പം ഒരു മാർക്കറ്റിലൊരു പുതിയ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ അത് ട്രൈ ചെയ്യുക, അതിനെക്കുറിച്ച് പഠിക്കുക എന്നൊക്കെ പറഞ്ഞ് എനിക്ക് പണ്ട് മുതലേ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനെ പറ്റിയൊക്കെ ഒരു കാര്യമുണ്ടാവും. ഇപ്പം ഹെൽത്ത് കെയർ ആണെങ്കിലും ഹെയർ കെയർ ആണെങ്കിലും. സോ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഞാൻ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എൻ്റെ ഹെയർ കെയറിലാണ്. ബിക്കോസ് എൻ്റെ സ്കിൻ കെയറിലൊന്നും ഞാൻ അങ്ങനെ ഓവർ ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷേ ഹെയർ കെയർ, ഇപ്പം എൻ്റെ മുടി കൊഴിഞ്ഞ് കാണുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പം ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എങ്ങനെയൊക്കെ നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുമോ, അതിപ്പോൾ ഒരു ടാബ്ലറ്റ് ആണെങ്കിലും ഒക്കെ അത് 2-3 എടുക്കുക, എന്നിട്ട് നമ്മൾ അത് എന്താ പറയുക ഇതിലേത് ബെസ്റ്റ് നോക്കും, ഇതിങ്ങനെയൊക്കെ അവസാനം ഒന്നിൽ ചൂസ് ചെയ്തിട്ട് അത് വാങ്ങി അത് യൂസ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് ഡ്രാമ ചെയ്യും. ബിക്കോസ് ഹെയർ കെയർ ആണ് ഞാൻ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത്. കാരണം പ്രത്യേകിച്ചും ഞാനിപ്പം ദുബായിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അറിയാമല്ലോ, ഇവിടുത്തെ വെള്ളം കാര്യങ്ങൾ, മുടി കൊഴിച്ചൽ, ഡ്രൈനെസ്, ഡാൻഡ്രഫ്, ഇതൊക്കെ എല്ലാവരെ പോലെ ഞാനും ഫേസ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഞാനത് എങ്ങനെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ള രീതിയിൽ ഞാൻ നോക്കും. കാരണം അതെനിക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് എനിക്ക് ഭയങ്കര ടെൻഷൻ. ഇപ്പം മുടിയൊക്കെ കൊഴിഞ്ഞൊക്കെ കാണുമ്പോൾ അയ്യോ എൻ്റെ മുടി പോയി, ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇതേപോലെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ അടുത്ത് വന്നാൽ ചോദിക്കുക, ഈ ലിപ്സ്റ്റിക് എങ്ങനെയാ, അല്ലെങ്കിൽ ആ ഒരു ഇപ്പോൾ പുതിയ ഇറങ്ങിയില്ല ആ ഒരു സിറം, അതിനെപ്പറ്റി എന്താ അഭിപ്രായം? അപ്പോൾ ഞാൻ പറയാം ഇതിൽ ഹൈലോണിക് ഉണ്ട്, നൈസിനമൈഡ് ഉണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഒരു ഐഡിയോളജി. അപ്പം സ്കിൻ ഈവൻ എൻ്റെ
ഗായ് ഫ്രണ്ട്സ് ആയാലും അവരായാലും എൻ്റെ അടുത്താണ് കാര്യങ്ങളൊക്കെ ചോദിക്കാറ്. സോ എനിക്കതിന് ഉത്തരം ഉണ്ടാവും പറയാം. ഞാൻ കരുതി സംസാരിക്കാൻ ഇഷ്ടമാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇഷ്ടമാണ്. അപ്പോൾ എന്തുകൊണ്ട് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്ന് സംസാരിച്ചുകൂടാന്നൊക്കെ. കാരണം അതും എൻ്റെ ഫ്രണ്ട്സ് പറയും. അതിപ്പോഴൊന്നല്ല, ലൈക്ക് വർഷങ്ങൾക്ക് മുമ്പേ എൻ്റെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ പറഞ്ഞ കാര്യമാണ്, യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യും, യൂട്യൂബ് ചാനലിൽ സംസാരിക്കുക. പിന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് ഏകദേശം ഈ കോർപ്പറേറ്റ് ലൈഫൊക്കെ മടുത്ത് തുടങ്ങി. കാരണം മടുത്ത് തുടങ്ങി എന്ന് പറയുമ്പം ഞാൻ ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് ആൻഡ് ഗ്രേറ്റ്ഫുള്ളാണ്. ലൈക്ക് ഞാനിപ്പം നിൽക്കുന്ന ഒരു ലൈഫ്, ഇപ്പം ഞാൻ സീക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന എൻ്റെ കരിയർ ഒക്കെ ഞാൻ ബ്ലെസ്ഡ്. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ വന്ന് എനിക്ക് കിട്ടിയ ഒരു എന്താ പറയുക, ഒരു ഡ്രീം ലൈഫാണ് ഞാനിപ്പം ജീവിക്കുന്നത് ദുബായിൽ. അൽഹംദുലില്ലാ മാഷാഅല്ലാഹ്. പക്ഷേ സ്റ്റിൽ ഒരു 9 to 5 ജോബ് എനിക്ക് പണ്ടേ ഞാൻ തോന്നാറുണ്ട് 9 to 5 പേഴ്സൺ അല്ല ഞാൻ തരാത്. പക്ഷെ അതല്ലെങ്കിൽ പിന്നെ എന്തെന്ന് ചോദിച്ചാൽ അതിന് പ്രത്യേകിച്ച് എനിക്കൊരു വലിയ ആൻസറും ഇല്ല ലൈഫിൽ. അതാണ് ഏറ്റവും വലിയ സത്യം. 9 to 5 ജോബ് അല്ലെങ്കിൽ പിന്നെ എന്ത്? അല്ലെങ്കിൽ നീ 9 to 5 ജോബ് ചെയ്യണം. ഇഫ് യു വോണ്ട് മണി യു ഹാവ് ടു. പക്ഷേ അതല്ലെങ്കിൽ പിന്നെ ബിസിനസ് തുടങ്ങാം. പക്ഷേ എന്ത് ബിസിനസ്, എങ്ങനെ തുടങ്ങണം? അപ്പോൾ എല്ലാവരും തുടങ്ങിയാൽ മതി. പക്ഷെ തുടങ്ങേണ്ട ഒരു സംഭവം എനിക്ക് കിട്ടുന്നില്ല. അപ്പം ഞാൻ കരുതി ഇപ്പോൾ ഞാൻ ചുമ്മാ ഇരിക്കുക വീട്ടിൽ. ലിറ്ററലി എനിക്കിപ്പോൾ തലവേദനയ്ക്ക് 2 ദിവസം ലീവ്. ഞാൻ ഇന്നലെ ഇപ്പം എൻ്റെ ഫാമിലിയൊക്കെ പുറത്താണ്. ഇപ്പം അവരിപ്പം പുറത്ത് പോയിച്ചുള്ളത്. എൻ്റെ ഫ്രണ്ട്സ് ഇപ്പം എൻ്റെ കൂടെ ഇല്ല. അവരൊക്കെ കുറച്ച് പേര് നാട്ടിൽ പോയി, കുറച്ച് പേർക്ക് ഇന്ന് ഡ്യൂട്ടി ഉണ്ട്. സോ ലിറ്ററലി ഞാനിപ്പോൾ 2 ദിവസം സ്റ്റക്കാണ്. അപ്പോൾ ആ സമയത്ത് തോന്നി എനിക്ക് തലവേദനിക്കുക. എനിക്ക് ഇങ്ങനെ റീൽസ് കണ്ട് ഞാൻ കരുതി ഓക്കെ, വൈ ഷുഡ് ഐ റെക്കോർഡ് എ വീഡിയോ. മേ ബി ഇതും ഞാൻ ഹൈഡ് ചെയ്യും. ഈ പറഞ്ഞ 9 പേര് കണ്ടു കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഞാൻ അത് ഡിലീറ്റ് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. പക്ഷേ ഇഫ് ഐ എം ഗെറ്റിംഗ് സപ്പോർട്ട് ഫ്രം ദ ഓഡിയൻസ്, ഡെഫിനറ്റ്ലി ഞാൻ മേ ബി ഇത് കണ്ടിന്യൂ ചെയ്യും. കാരണം എനിക്കിതൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഒരു കണക്ക് എനിക്ക് എൻ്റെ പ്രൈവറ്റ് ലൈഫാണ് കൂടുതൽ ഇഷ്ടം. പ്രൈവറ്റായിട്ടൊരു ലൈഫ് സീക്ക് ചെയ്ത് കൊണ്ടുപോകാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എന്തെങ്കിലും ഇതിലിപ്പോൾ ഞാൻ വന്നിട്ട് ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫും കാര്യങ്ങളൊന്നും ഞാൻ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. ബിക്കോസ് ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. എന്താണോ എനിക്ക് സംസാരിക്കേണ്ടത് അത് വ്യക്തമായും ഞാൻ എന്താണ് ഞാൻ ഇത് മാത്രമായിരിക്കും. അതിൻ്റെ അപ്പുറത്തൊരു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനോ സംസാരിക്കാനോ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അതാണ് മെയിൻ. അപ്പോൾ ഐ ഹോപ്പ് ലൈക്ക് നിങ്ങളിത് കേട്ടിരുന്നോ എന്താണെന്ന് അറിയില്ല. ഞാനിപ്പം ഇത് വെച്ചിരിക്കുന്ന സെറ്റപ്പ് എന്നാൽ ഞാൻ എൻ്റെ വിൻഡോൻ്റെ മുന്നിൽ വെച്ചിട്ട് സംസാരിക്കുന്നത്, അല്ലാണ്ട് പ്രത്യേകിച്ച് ലൈറ്റോ കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ല. അപ്പം എനിക്ക് തോന്നുന്നത് മേ ബി ഞാൻ കണ്ടിന്യൂ ചെയ്യും, ഇല്ലെങ്കിലില്ല, അത്രയൊക്കെ ഉള്ളൂ. പക്ഷേ ഒരു സോഷ്യൽ മീഡിയയിലേക്ക് എൻ്റർ ചെയ്യുന്നത് കൊണ്ട് എനിക്കുണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ചും കൂടി ഞാൻ പൊതുവേ ഈ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള ആൾക്കാർ പറഞ്ഞു കൊടുക്കുമെങ്കിലും ഞാൻ ഒരു പോയിന്റ് ഓഫ് വ്യൂ എത്തുമ്പോൾ മടിക്കും. അതെല്ലാവരും ഒക്കെ തന്നെ തോന്നുന്നു. നമ്മൾ വാങ്ങിയ സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ ആ കോർണറിൽ നിന്നിട്ട് നോക്കി ചിരിക്കുന്നുണ്ടാവും. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഇതിലേക്കൊക്കെ ഒരു എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ലൈഫ് കുറച്ചും കൂടി നല്ലപോലെ ബിസി ആയിരിക്കും. അവിടെ ഓവർ തിങ്ക് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് വേണ്ടി ചെയ്യുന്നൊരു കാര്യമല്ലേ. ഇപ്പം നമ്മളിപ്പോൾ ഓഫീസിൽ പോകുന്നത് നമ്മൾ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു, ലൈക്ക് നമ്മൾ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നു, ലൈക്ക് ദേ പേയിങ് ഗുഡ് മണി. പക്ഷേ ഇത് നമ്മളൊരു സെൽഫ് ബിൽഡ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും. ഐ തിങ്ക് സോ. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. എങ്ങനെ നമുക്ക് ചിന്തിക്കാം, എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകാം, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് നമ്മൾ വേറെ രീതിയിലായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചും കൂടി ബിസി ആയിരിക്കും, കുറച്ചും കൂടി കാര്യങ്ങൾ ഫോക്കസ്ഡ് ആയിരിക്കും. ഈ പറഞ്ഞ പോലെ ബോറിങ് ആ ഒരു ഫാക്ടർ ആ സാധനം ഉണ്ടാകത്തില്ല ലൈഫിൽ എന്നൊക്കെ ഞാൻ കരുതാണ്. സോ ഇത്രമാത്രം ഞാൻ പറഞ്ഞു. ഒരു 10 മിനിറ്റ് വീഡിയോ, 10 മിനിറ്റ് ഞാൻ സംസാരിച്ച പോലെ ഒന്നുമില്ല, ഞാനൊരു 1 മണിക്കൂറൊക്കെ ഇരുന്ന് സംസാരിച്ച പോലെ ഉണ്ട് ഇപ്പോൾ. അപ്പം എന്താ പറയുക, പിന്നെ എനിക്ക് മെയിൻ മടി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒത്തിരി പേരുണ്ട്. നമുക്ക് എല്ലാവർക്കും കാണുമല്ലോ, ഇപ്പം നമ്മളെ കാര്യങ്ങൾ അറിയേണ്ട, നമ്മളെ കാണണ്ടെന്നൊക്കെ ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ട്. സോ അവരൊക്കെ യൂട്യൂബ് ചാനൽ തുറന്ന് നിന്നിട്ട് വീഡിയോസ് കാണുന്നു, ഇപ്പം എൻ്റെ കാര്യങ്ങൾ അറിയാമെന്നൊക്കെ പറഞ്ഞാൽ അതും എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. അതൊക്കെ കൊണ്ടാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്യാത്തത്. ഇപ്പം ഞാൻ കല്ലി വല്ലി
എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ, ജസ്റ്റ് ഡൂ ഇറ്റ്, അത്ര മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. റെസ്റ്റ് ഓൾ നമുക്ക് പേരിനടുത്ത് വെച്ച് വേണം. മേ ബി ഞാനിപ്പോൾ ഒരു 6 മാസം ചിലപ്പോൾ ഞാൻ ഇത് അടച്ചു പൂട്ടി കെട്ടി പോകും. ബിക്കോസ് ഞാൻ നോട്ട് എ യൂട്യൂബ് പേഴ്സൺ അറ്റ് ഓൾ. ബിക്കോസ് എനിക്ക് താല്പര്യം ഇല്ലാത്തൊരു ഫീൽഡിൽ ഞാൻ ചുമ്മാ ഒന്ന് ഇറങ്ങി നോക്കുവാണ്. ലൈക്ക് എന്തുകൊണ്ട് വെച്ചാൽ എപ്പോഴും എൻ്റെ വീട്ടുകാരും എൻ്റെ കൂട്ടുകാരും കണ്ടിന്യൂസ് ആയിട്ട് തരുന്ന പ്രോത്സാഹനം കൊണ്ട് മാത്രം, അതുകൊണ്ട് മാത്രം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. ബാക്കിയൊക്കെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. അപ്പോൾ ശരി, ഇത്ര മാത്രമല്ല എൻ്റെ സെൽഫ് ഇൻട്രൊഡക്ഷൻ. ബാക്കി എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയൊക്കെ തന്നെയല്ലേ സംഭവങ്ങൾ. ഓക്കെ, സോ യാ, അപ്പോൾ ശരി, ബൈ.